ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ മുന്തിരി ഉപയോഗിച്ചിട്ടൊരു ജ്യൂസായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു വെറും ജ്യൂസ് അല്ല, അതൊരു പൾപ്പ് ജ്യൂസാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങാറില്ലേ, വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ കിട്ടുന്ന പൾപ്പ് ജ്യൂസാട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ മുന്തിരിയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കഴുകാനായിട്ട് എടുക്കുന്നത് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം കുറച്ച് നേരം വെക്കും കേട്ടോ. ഒരു 15 മിനിറ്റോളം വെച്ച ശേഷം നമ്മളതെടുത്ത് കഴുകുകയാണ്. നല്ലോണം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട്, ഞാനിവിടെ സോസ് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് വെച്ചിട്ട് അതിലേക്ക് മുന്തിരികൾ ഇടുന്നത്. പൾപ്പ് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ മുന്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു കഷ്ണം ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞാൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഏലക്ക ഒന്ന് പതിയെ ചതച്ചത്, ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം, കൂടുതലും ചതച്ച് ചേർക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ ഞാനതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മുന്തിരി വേവുന്ന വരെ തിളപ്പിക്കുന്നുണ്ട്. ആ തൊണ്ടൊന്ന് വിട്ട് മാറുന്നത് വരെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്കത്. അപ്പോഴേക്കും നമുക്ക് വേറൊരു ബൗൾ സെറ്റാക്കണം കേട്ടോ. ആ ബൗളിൽ നമുക്ക് കുറച്ച് ഐസ് വെള്ളവും അതിലേക്ക് ഐസ് ക്യൂബ്സ് വിട്ട് വയ്ക്കണേ. അതിലേക്ക് നമുക്ക് പൾപ്പാക്കാനുള്ള മുന്തിരി നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഐസ് ക്യൂബുള്ള വെള്ളത്തിൽ നമ്മൾ മുന്തിരി ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിയുടെ തൊണ്ട് പെട്ടെന്ന് ഇളകി പോരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടാറി പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മുന്തിരികൾ നമുക്കൊരു ജ്യൂസറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ ഹാൻഡ് ജ്യൂസറാണ് എടുക്കുന്നത്. ഹാൻഡ് ജ്യൂസറാകുമ്പോൾ കുറച്ച് പൾപ്പായിട്ട് കിട്ടുമെന്നുള്ള രീതിയിലാട്ടോ ഞാൻ അതിലിട്ട് ചെയ്യുന്നത്. മിക്സിയിലിട്ടൊരു അടി അടിച്ചാലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ഹാൻഡ് ജ്യൂസർ വാങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമ്മുടെ ഇവിടെ ഹാൻഡ് ജ്യൂസർ തന്നെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഹാൻഡ് ജ്യൂസർ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് പൾപ്പായിട്ട് ജ്യൂസും വേറെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ജ്യൂസ് വേർതിരിച്ചെടുത്ത് ഒരു പാത്രത്തിലെടുത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി മുന്തിരിക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിലെന്തെങ്കിലും കുരുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. എന്തെങ്കിലും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുരുവുള്ള മുന്തിരി കേട്ടോ നല്ലത്. എന്നിട്ട് അരിച്ച് മാറ്റി വയ്ക്കാവേ. ഒരു ജാറിലേക്ക് ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തൊണ്ട് കളയാൻ വെച്ചിട്ടുള്ള മുന്തിരികൾ തൊണ്ട് കളഞ്ഞ് നമുക്കിതിലേക്ക് ഇടാം കേട്ടോ. നമുക്കത് തണുത്ത വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തൊണ്ട് പൊളിഞ്ഞ് വരും കേട്ടോ. നമുക്കതിലേക്കൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കുടിക്കുകയാണല്ലോ ആ മോനെ അന്തസ് എന്ന് പറയുന്ന പോലെ ഒരു കൂളിംഗ് എനർജി ആട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിത് ക്രിസ്മസിന് വൈൻ കിട്ടാത്തോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതെന്തായാലും വിഭജനം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.